റോയൽ എൻഫീൽഡ് തണ്ടർബേർഡ് എന്ന് പറയുന്ന മോഡലിന്റെ തണ്ടർബേർഡ് 350 എന്ന് പറയുന്ന മോഡലിന്റെ ഒരു പകരക്കാരനാണ് മീറ്റിയോർ എന്ന് പറഞ്ഞ മോഡൽ. ആ ഒരു മോഡലിന്റെ സ്പൈ ഷോട്ട് നാം പല തവണ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പൈ ഷോട്ടും ഉടനെ തന്നെ ഒരു ലോഞ്ച് ഉണ്ടാവും എന്നുള്ള ഉറപ്പായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇത് ന്യൂസ് ഓഫ് വീൽസ്. ഞാൻ ആൽബിൻ വർഗീസ്. എല്ലാവർക്കും ടോർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. റോയൽ എൻഫീൽഡ് 2.0 എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ പുതിയൊരു സ്ട്രാറ്റജിയിൽ കൊണ്ടുവരുന്ന ഏറ്റവും ആദ്യത്തെ ഒരു മോഡലായിരിക്കും റോയൽ എൻഫീൽഡ് മീറ്റിയോർ 350. വരാൻ പോകുന്ന പുതിയ മീറ്റിയോർ 350 എന്ന് പറയുന്ന മോഡൽ ഒരു 7 കളറിലും അതുപോലെ തന്നെ ഒരു 3 വേരിയന്റ് ആയിട്ടാണ് ഈ ഒരു മോഡൽ റോയൽ എൻഫീൽഡ് കൊണ്ടുവരുന്നത്. 3 വേരിയന്റ് എന്ന് പറയുന്നത് ഫയർബോൾ, സ്റ്റെല്ലർ, അതുപോലെ തന്നെ സൂപ്പർ നോവ എന്ന് പറയുന്ന 3 വേരിയന്റ്സ് ആണ്. ഈ മീറ്റിയോർ 350യുടെ പുതിയ എഞ്ചിൻ എന്ന് പറയുന്നത് UC 350 ആയിട്ടുള്ള ഒരു പുതിയ എഞ്ചിൻ ആണ്. ഒരു J10 പ്ലാറ്റ്ഫോമിലുള്ള ഒരു പുതിയ എഞ്ചിൻ ആയിരിക്കും ഈ ഒരു മീറ്റിയോർ 350 റോയൽ എൻഫീൽഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ BS4 ആയിട്ടുള്ള തണ്ടർബേർഡും അതുപോലെ തന്നെ തണ്ടർബേർഡ് X എന്ന് പറയുന്ന ഒരു മോഡലിന് ഒരു റീപ്ലേസ്മെന്റ്, ടോട്ടലി ഒരു റീപ്ലേസ്മെന്റ് ആണ് ഈ ഒരു മീറ്റിയോർ എന്ന് പറഞ്ഞ മോഡൽ. ഞാൻ പറഞ്ഞു ഓൾറെഡി നമുക്ക് ഈ ഒരു മോഡലിൽ സ്പൈ ഷോട്ട് പലതവണ ലഭിച്ചിട്ടുണ്ട്. അതും ആക്സസറീസ് ഫിറ്റ് ചെയ്തിട്ടുള്ള രീതിയിലൊക്കെ ആ ഒരു മോഡൽ നമുക്ക് സ്പൈ ഷോട്ട് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ റോയൽ എൻഫീൽഡ് ഒരു പുതിയ ഒരു 3 വേരിയന്റ് ആയിട്ട് ഒരു മോട്ടോർ സൈക്കിൾ കൊണ്ടുവരുന്നത് അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കളേഴ്സ് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സും അതുപോലെ തന്നെ ആക്സസറീസ് ഫിറ്റിംഗ്സ് ആണ് ഈ ഒരു മീറ്റിയോർ 350 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ വരുന്നത്. റോയൽ എൻഫീൽഡിന്റെ മേക്ക് യുവർ ഓവൺ എന്ന് പറയുന്ന ആ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു പുതിയൊരു അപ്ഡേഷനും പുതിയൊരു സ്ട്രാറ്റജിയിലാണ് ഈ ഒരു മീറ്റിയോർ 350 എന്ന് പറയുന്ന ഈ ഒരു മോട്ടോർ സൈക്കിൾ കൊണ്ടുവരുന്നത്. വരാൻ പോകുന്ന ഈ ഒരു മീറ്റിയോർ 350 പുതിയൊരു പ്ലാറ്റ്ഫോമിലുള്ള ഒരു എഞ്ചിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 350cc ആയിട്ടുള്ള UC എഞ്ചിൻ തന്നെയാണ്. യൂണിറ്റ് കൺസ്ട്രക്ഷൻ ബേസ് ചെയ്ത ഒരു എഞ്ചിൻ തന്നെയാണ്. അതുപോലെ തന്നെ ടെക്നിക്കലായിട്ടും ടെക്നോളജിക്കലും പുതിയ കുറെ ഫീച്ചേഴ്സ് ഈ ഒരു മീറ്റിയോർ 350 കൊടുത്തിട്ടുണ്ട്. എന്തായാലും ടോട്ടലി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു വെർഷൻ അതാണ് മീറ്റിയോർ 350. റോയൽ എൻഫീൽഡ് 2.0 എന്ന് പറയുന്ന ഈ ഒരു സ്ട്രാറ്റജിയിലെ ഒരു മീറ്റിയോർ എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ മാത്രമല്ല, ഇനിയും കുറെ മോഡൽസ് അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഹണ്ടർ എന്ന് പറഞ്ഞ ഒരു മോഡൽ നമുക്ക് ഓൾറെഡി ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ആ ഒരു മോഡലും റോയൽ എൻഫീൽഡ് 2.0 എന്ന് പറയുന്ന ഈ ഒരു സ്ട്രാറ്റജിയിൽ ഉൾപ്പെടുന്ന മോഡൽസ് ആണ്. പക്ഷേ ഈ ഒരു മീറ്റിയോർ 350 എന്ന് പറയുന്ന മോഡൽ 2020 ഏപ്രിൽ ലോഞ്ച് ചെയ്യുന്ന മോഡലായിരുന്നു. പക്ഷേ ഈ ഒരു COVID-19 ഇഷ്യൂ കൊണ്ട് തന്നെ ഇപ്പോൾ ഓൾറെഡി ഈ ഒരു മോഡൽ ലേറ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ടെസ്റ്റ് ചെയ്യുന്ന മോഡൽസും ഇനി വരാനിരിക്കുന്ന മോഡൽസും എന്തായാലും ഈ ഒരു വർഷത്തിൽ ഇനി വരുമോ എന്നുള്ള കാര്യം വളരെ സംശയമാണ്. അപ്പോൾ ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ റോയൽ എൻഫീൽഡിൽ നിന്നും വരാനായിട്ട് പോകുന്നത് മീറ്റിയോർ 350 ആണ്. വരാൻ പോകുന്ന മീറ്റിയോർ 350യുടെ ബ്രൗഷറാണ് ഇപ്പോൾ ലീക്ക് ചെയ്തിരിക്കുന്നത്. അതിലെ കളേഴ്സും വേരിയന്റും കറക്റ്റ് ആയിട്ട് കാണിക്കുന്ന രീതിയിലുള്ള ഒരു ബ്രൗഷറാണ് ലീക്ക് ചെയ്തിരിക്കുന്നത്. റഷ് ലൈൻ എന്ന് പറയുന്ന ഒരു മീഡിയക്കാണ് ഇതിന്റെ സ്പൈ ഷോട്ടും കാര്യങ്ങളും കിട്ടിയിരിക്കുന്നത്. വരാൻ പോകുന്ന മീറ്റിയോർ 350 7 കളറിലാണ് വരുന്നത് ഞാൻ പറഞ്ഞു. അത് ഫയർബോൾ റെഡ്, സ്റ്റെല്ലർ റെഡ് മെറ്റാലിക്, സ്റ്റെല്ലർ ബ്ലാക്ക് മെറ്റാലിക്, സ്റ്റെല്ലർ ബ്ലൂ മെറ്റാലിക്, സൂപ്പർനോവ ബ്രൗൺ ഡ്യുവൽ ടോൺ ആൻഡ് സൂപ്പർനോവ ബ്ലൂ ഡ്യുവൽ ടോൺ. ബ്രൗൺ ഡ്യുവൽ ടോണും അതുപോലെ തന്നെ ബ്ലൂ ഡ്യുവൽ ടോണും ആയിട്ടുള്ള മോഡൽസ് ഉണ്ട്. ഡ്യുവൽ ടോൺ ആയിട്ടുള്ള മോഡൽസും അതുപോലെ തന്നെ സിംഗിൾ ആയിട്ടുള്ള മോഡൽസും അതാണ് ഇപ്രാവശ്യം റോയൽ എൻഫീൽഡിന്റെ ടോട്ടലി കളറിംഗ് എന്ന് പറയുന്നത്. ടോട്ടലി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേണില് സീറ്റ് അടക്കം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ആ ഒരു ബൈക്കിന്റെ കളറിനോട് സാമ്യമായിട്ടുള്ള രീതിയിലാണ് സീറ്റിന്റെ കളറും കൊടുത്തിരിക്കുന്നത്. അപ്പൊ ടോട്ടലി ഒരു പുതിയൊരു പ്രൊജക്ട് ഞാൻ പറഞ്ഞു മേക്ക് യുവർ ഓവൺ എന്ന് പറയുന്ന ആ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ സ്ട്രാറ്റജി 2.0 എന്ന് പറയുന്ന ആ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള ടോട്ടലി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള മോഡൽ തന്നെയാണ് മീറ്റിയോർ 350. ഇനി എന്താണ് ഈ ഒരു 3 വേരിയൻസ് വരുന്നത്? ഫയർബോൾ, അതുപോലെ തന്നെ സ്റ്റെല്ലർ, സൂപ്പർനോവ എന്ന് പറയുന്ന ഈ ഒരു 3 മോഡലിന്റെയും ഡിഫറൻസ് എന്താണ്? അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സ്പൈ ഷോട്ട് പ്രകാരം ഫയർബോൾ എന്ന് പറയുന്നത് ഒരു ട്രിപ്പർ നാവിഗേഷനും അതുപോലെ തന്നെ ബ്ലാക്ക് കമ്പോണൻസ് ആണ് കൂടുതലും ഉണ്ടായിരിക്കുക. സിംഗിൾ കളർ ആയിട്ടുള്ള ടാങ്ക് ആയിരിക്കും. ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു ഗ്രാഫിക്സുള്ള മോഡലായിരിക്കും. വിത്ത് ഡെക്കേൽ ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സ് ഉള്ള മോഡലായിരിക്കും. അതുപോലെ തന്നെ ബ്ലാക്ക് എഞ്ചിനും മെഷീൻ ചെയ്തിട്ടുള്ള ഫിൻസ് ആയിരിക്കും. അതുപോലെ തന്നെ റിം കളർ ടാപ്പ് എന്ന് പറയുന്നത് ഒരു കളർ ആയിട്ടുള്ള ഒരു ടാപ്പ് ആയിരിക്കും റിമ്മിന്റെ സൈഡിൽ ഉണ്ടായിരിക്കുക. പിന്നെ സ്റ്റെല്ലർ എന്ന് പറയുന്ന മോഡലിലെ ട്രിപ്പർ നാവിഗേഷൻ അതുപോലെ തന്നെ ബോഡി കളർ കമ്പോണൻസ്, പ്രീമിയം ആയിട്ടുള്ള ബാഡ്ജിങ് ആയിരിക്കും. റോയൽ എൻഫീൽഡിന്റെ ബാഡ്ജിങ് എന്ന് പറയുന്നത് പ്രീമിയം ആയിട്ടുള്ള ബാഡ്ജിങ് ആയിരിക്കും. ക്രോം കളർ ആയിട്ടുള്ള എക്സോസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ക്രോം ഹാൻഡിൽ ബാർ, ക്രോം കളർ EFI കവർ ആയിരിക്കും. അതുപോലെ തന്നെ ബാക്ക് റെസ്റ്റുള്ള ഒരു മോഡൽ ആയിരിക്കും സ്റ്റെല്ലർ എന്ന് പറയുന്ന രണ്ടാമത്തെ വേരിയന്റ്. മൂന്നാമത്തെ വേരിയന്റ് എന്ന് പറയുന്നത് സൂപ്പർ നോവ എന്ന് പറയുന്ന ഒരു വേരിയന്റ് ആണ്. അതിലും ട്രിപ്പർ നാവിഗേഷനും അതുപോലെ തന്നെ പ്രീമിയം ഡ്യുവൽ ടോൺ പെയിന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മെഷീൻഡ് ആയിട്ടുള്ള വീൽസ് ആണ്, പ്രീമിയം ആയിട്ടുള്ള സീറ്റ് ഫിനിഷ് ആണ്, വിൻസ്ക്രീൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ക്രോം ഇൻഡിക്കേറ്റേഴ്സും. അപ്പോൾ 3 വേരിയന്റും മെയിൻ ആയിട്ട് ആ ഒരു ലുക്കിലുള്ള ഡിഫറൻസ് ആണ് മേജറായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ബാക്ക് റെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. റോയൽ എൻഫീൽഡ് മീറ്റിയോർ 350 ഡ്യുവൽ പോഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് കൺസോൾ ആണ് വരുന്നത്. ഒരു വലിയൊരു ഇൻസ്ട്രുമെന്റ് കൺസോളും അതുപോലെ തന്നെ ചെറിയൊരു ഇൻസ്ട്രുമെന്റ് കൺസോളും. ചെറിയ ഇൻസ്ട്രുമെന്റ് കൺസോൾ എന്ന് പറയുന്നത് നമ്മുടെ 10x10 നാവിഗേഷനും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. മേജർ ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് കൺസോളിലെ സർവീസ് റിമൈൻഡർ, അതുപോലെ തന്നെ ഫ്യൂൽ ബാർ ഗ്രാഫ്, ക്ലോക്ക്, ഓഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ, ലോ ഫ്യൂൽ ഇൻഡിക്കേറ്റർ, ലോ ബാറ്ററി, ഇക്കോ മോഡ്, അതുപോലെ തന്നെ ഗിയർ ഇൻഡിക്കേറ്റർ
ABS, EFI ഇതിനുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കുന്ന രീതിയിലുള്ള ഒരു മീറ്റർ കൺസോൾ ആണ് മെയിൻ മീറ്റർ കൺസോളും. അടുത്ത ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു ചെറിയ മീറ്റർ കൺസോൾ എന്ന് പറയുന്നത് 10x10 നാവിഗേഷനും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ടോട്ടലി ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആയിട്ടുള്ള ഒരു പുതിയൊരു മോട്ടോർ സൈക്കിളാണ് റോയൽ എൻഫീൽഡിന്റെ മീറ്റിയോർ 350. അപ്പോൾ എന്താണ് പുതിയ മീറ്റിയോർ 350 എഞ്ചിനിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു വ്യത്യാസം? ഏറ്റവും വലിയ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമുക്കറിയാം, നോർമൽ ആയിട്ടുള്ള റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിൾസിലെ യൂസ് ചെയ്തിരുന്നത് ടാപ്പറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു വാൽവ് അസംബ്ലി ആയിരുന്നു, റോക്രാം വാൽവ് അസംബ്ലി ആയിരുന്നു. അതിൽ നിന്ന് മാറ്റം വന്ന് സിംഗിൾ ഓവർഹെഡ് ക്യാംഷാഫ്റ്റ് ആയിട്ടുള്ള SOC ആയിട്ടുള്ള ഒരു ക്യാംഷാഫ്റ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് പുതിയ മീറ്റിയോർ 350. അത് വളരെ ഒരു വ്യത്യാസമായിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന BS6 ആയിട്ടുള്ള ക്ലാസിക്കിൽ വരെ നോർമൽ ടാപ്പറ്റ് ആയിട്ടുള്ള ഒരു വാൽവ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്, അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി സിംഗിൾ ഓവർഹെഡ് ക്യാംഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ എഞ്ചിന്റെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ കുറച്ചും കൂടിയും സൗണ്ട്, എഞ്ചിന്റെ ഭാഗത്തു നിന്നുള്ള സൗണ്ട് കുറഞ്ഞ ഒരു മോഡലായിരിക്കും മീറ്റിയോർ 350 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. റോയൽ എൻഫീൽഡിന്റെ പഴയ തണ്ടർബേർഡ് 350X എന്ന് പറയുന്നത് 346cc ആയിട്ടുള്ള എയർ കൂൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയിട്ടുള്ള സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ ആണ്. ആ ഒരു മോട്ടോർ സൈക്കിളിന്റെ പവർ എന്ന് പറയുന്നത് 20 bhpയും ടോർക്ക് എന്ന് പറയുന്നത് 28 Nm. ഇനി വരാൻ പോകുന്ന മീറ്റിയോർ 350 എന്ന് പറയുന്ന ഒരു 5 സ്പീഡ് ആയിട്ടുള്ള ഗിയർ ബോക്സ് തന്നെയായിരിക്കും വരാനായിട്ടുള്ള സാധ്യതയുള്ളത്. ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് അറിയാനായിട്ട് സാധിച്ചത്. ഒരു 5 സ്പീഡ് ആയിട്ടുള്ള ഗിയർ ബോക്സ് തന്നെയായിരിക്കും വരാൻ പോകുന്ന മീറ്റിയോർ 350. അതുപോലെ തന്നെ വരാൻ പോകുന്ന മീറ്റിയോർ 350യുടെ എക്സ്ഷോറൂം പ്രൈസ് പറയുന്നത് 1.65 ലക്ഷം രൂപയാണ്. പഴയ തണ്ടർബേർഡ് 350Xൽ നിന്നും ഏകദേശം ഒരു 10,000 അല്ലെങ്കിൽ 15,000 വരെ റേറ്റ് കൂടിയ ഒരു മോഡലായിരിക്കും, എക്സ്ഷോറൂം പ്രൈസ് കൂടിയ ഒരു മോഡലായിരിക്കും മീറ്റിയോർ 350 എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് പുതിയ വരാൻ പോകുന്ന മീറ്റിയോർ 350 എന്ന് പറയുന്ന ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ വിശേഷങ്ങൾ. ഞങ്ങൾ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അണ്ടിൽ ദെൻ, ചാവ്.